മണി പ്ലാന്റ് നട്ടാൽ നന്നായിട്ട് പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നന്നായിരിക്കണമെന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് മണി പ്ലാന്റ് ഒരിക്കലും പിടിച്ച് കിട്ടാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് മണി പ്ലാന്റ് എനിക്കത് സക്സസ് ആയിട്ട് പിടിച്ച് കിട്ടിയത്. അപ്പോൾ ഞാൻ എങ്ങനെയാണിത് നട്ടതെന്നും ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണെന്നൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നല്ല ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടാട്ടോ ഇതിനു വേണ്ടി എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഒരു റൂട്ടും ഒരു ലീഫും വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചട്ടിയിൽ തന്നെ നമ്മളൊരു കുറേ എണ്ണം നട്ടു കൊടുക്കണേ. അന്നേരത്തേക്കിന് ഓരോ നോട്ട്സിൽ നിന്നും ഓരോ പ്ലാന്റ് വെച്ച് കിളുത്ത് വരും. അതിനായിട്ട് ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടാണ് ഞാൻ എടുക്കുന്നത്. ഡ്രെയിനേജ് ഉള്ള പോട്ടിന് വേണ്ടി അടിയിൽ ചെറിയ മെറ്റൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മണ്ണ്, ചകിരിച്ചോറ്, മണ്ണിര കമ്പോസ്റ്റ്, ഇത് മൂന്നും കൂടി ഉള്ളൊരു മിക്സ്ചറായിട്ട് ഇതിലിടുന്നത്. ചാണകപ്പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല. ചാണകപ്പൊടി മിക്കപ്പോഴും റൂട്ടിനൊക്കെ കേട് വരുത്താറുണ്ട്. കാരണം ചാണകപ്പൊടി ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തത്. ഇത് വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ വളമൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് നല്ല സക്സസ് ആയിട്ട് പിടിച്ച് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ മണി പ്ലാന്റ് പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നന്നായിരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ വിശ്വാസമായിട്ട് മാത്രമാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എനിക്ക് എന്താണെങ്കിലും ഇപ്പം പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പം നന്നായി കാണുമായിരിക്കും അല്ലേ? മണി പ്ലാന്റ് പക്ഷേ നല്ല ബുഷിയായിട്ട് നല്ല ഹാങ് ഒക്കെ ചെയ്ത് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ കിടക്കുന്നതാണ് എന്ത് രസമാണ്. എനിക്ക് ഈ മണി പ്ലാന്റ് ഒക്കെ തന്നത് എൻ്റെ നെയ്ബറായിട്ടുള്ളൊരു ചേച്ചി കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിറയെ മണി പ്ലാന്റ് ഉണ്ട്. എന്തെല്ലാം വെറൈറ്റി മണി പ്ലാന്റ് ആണെന്ന് പറയാം. എനിക്ക് മണി പ്ലാന്റിൻ്റെ പേരൊന്നും അറിയില്ല. ഞാൻ ഈ നട്ട് കാണിക്കുന്ന മണി പ്ലാന്റ് എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മാർബിളിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പോലെയില്ലേ? എന്ത് രസമല്ലേ ഇത് കാണാൻ? പ്രകൃതിയുടെ ഓരോരോ കലാവിരുതുകൾ. ഇത്രയും പ്ലാന്റ്സും എനിക്ക് ആ ചേച്ചി തന്ന കേട്ടോ. അതിനകത്ത് ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാ പ്ലാന്റ്സും കാണാൻ നല്ല രസമുണ്ട്. ഞാനിട്ട് അതൊക്കെ നട്ടിട്ടൊന്ന് ചെറുതായിട്ട് കൈയും കൊണ്ട് നനച്ചു കൊടുക്കുവാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ വീഡിയോസിൽ പറയണം. പിന്നെ നമ്മൾ മണി പ്ലാന്റിന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളവും വളവും ഇതിന് കൊടുക്കരുത്. പിന്നെ പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം വെക്കാൻ വേണ്ടി. ഈ പിടിച്ച് കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇൻഡോർ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് അത്രയും സക്സസ് ആവണമെന്നില്ല. പിന്നെ എന്നാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലും നമുക്കിത് വളർത്താൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ മാറി മാറി കൊടുത്ത് നമുക്ക് വെള്ളത്തിലും ഇതേ കട്ടിങ്സ് തന്നെ വളർത്താം.